ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. മണ്ണിനും മനുഷ്യനും സന്തോഷവും സമാധാനവും നൽകുന്ന രക്ഷകന്റെ ജനന പെരുന്നാൾ ദിനം. ദൈവം തന്റെ രക്ഷാകര പദ്ധതിക്ക് മനുഷ്യനെ ഒരുക്കുന്ന അവസരം കൂടിയായിരിക്കുന്നുവല്ലോ ക്രിസ്മസ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ ദൈവത്തിന്റെ നിറസാന്നിധ്യമായി ലോകം ഇന്നും എന്നും ആഘോഷിക്കുന്ന തിരുപ്പിറവിയുടെ പൊരുൾ തേടുകയാണിവിടെ. എന്താണ് ക്രിസ്തുമസ്? ഒന്നാമതായി, ക്രിസ്മസ് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ഉയരങ്ങളിലേക്ക് നോക്കുവാനും ഉന്നതനായ ദൈവത്തെ നോക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. വയലുകളിൽ വെളിപ്രദേശത്ത് ഒരു പറ്റം അജപാലകർ തങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് കഴിയുകയായിരുന്നു. കർത്താവിന്റെ മാലാഖ അവർക്ക് പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അവർ സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു. സങ്കീർത്തനങ്ങൾ 121-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഈ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് യാത്ര ചെയ്യാം. രണ്ടാമതായി, ക്രിസ്മസ് നമ്മിലേക്ക് നോക്കി ആത്മശോധന ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സർവ്വജനത്തിനു വേണ്ടിയും നമുക്ക് വേണ്ടിയുമാണ് രക്ഷകൻ പിറന്നത്. എന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെ? നാം പാപത്തിന് അടിമയോ? നമ്മുടെ ഇടയിൽ അധർമ്മവും അക്രമവും പെരുകുകയല്ലേ? ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഈ കാലത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നാം അതിശക്തിയോടെ ഉരുവിടാം. ദൈവമേ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു രക്ഷകനായി ഈ ലോകത്ത് പിറന്നു. മൂന്നാമതായി, ക്രിസ്മസ് പുറം ലോകത്തേക്ക് നോക്കുവാൻ നമ്മെ വിളിക്കുന്നു. രക്ഷകന്റെ പിറവി പുറം പ്രദേശത്തായിരുന്നു. രക്ഷകന് പിറക്കാൻ സത്രത്തിൽ ഇടമില്ലായിരുന്നു. വെളിപ്രദേശത്ത് പിറന്നവന്റെ ജനന സുവിശേഷം ആട്ടിൻപറ്റത്തെ കാവൽ കാത്ത ഇടയന്മാർക്ക് കിട്ടിയത് ദൈവനിയോഗമാണ്. പുറം ലോകത്ത് കഴിയുന്ന പീഡിതർക്കും അധ്വാനിക്കുന്നവർക്കും മർദ്ദിതർക്കും ഉപരി എല്ലാ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും സന്തോഷവും രക്ഷയും നൽകുവാൻ വേണ്ടിയാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളുമ്പോഴാണ് അനുദിന ജീവിതത്തിൽ ക്രിസ്മസ് ഒരു സാക്ഷ്യമായി മാറുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ഉയരങ്ങളിലേക്ക് നോക്കുവാനും നമ്മിലേക്ക് നോക്കുവാനും പുറം ലോകത്തേക്ക് നോക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമായ ക്രിസ്മസും അനുഗ്രഹമായ പുതുവത്സരവും ആശംസിച്ചുകൊള്ളുന്നു.